വെൽക്കം ടു ഓൾ. ക്രാക്ക്മൺ പി എസ് സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഫിസിക്സിന്റെ ഒരു ക്ലാസ് ആണ് എടുക്കുന്നത്. ഇന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം. ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖകളെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഊർജത്തിന്റെയും ദ്രവ്യത്തിന്റെയും പ്രതിപ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സ്. ഭൗതിക ശാസ്ത്രത്തെ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ശാഖകളാണുള്ളത്. ഒന്ന് ആധുനിക ഭൗതിക ശാസ്ത്രവും രണ്ടാമത്തത് ക്ലാസിക്കൽ ഭൗതിക ശാസ്ത്രവും. ക്ലാസിക്കൽ ഭൗതിക ശാസ്ത്രം എന്ന് വെച്ചാൽ 20-ാം നൂറ്റാണ്ടിന് മുമ്പ് തിരിച്ചറിഞ്ഞതും വികസിച്ചതുമായ പരമ്പരാഗത ഭൗതിക ശാസ്ത്രത്തെ സൂചിപ്പിക്കുന്നതാണ് ക്ലാസിക്കൽ ഫിസിക്സ് അഥവാ ക്ലാസിക്കൽ ഭൗതിക ശാസ്ത്രം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് കുറച്ച് ശാഖകളുണ്ട്. നമുക്ക് ആ ശാഖ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെയാണ് ക്ലാസിക്കൽ മെക്കാനിക്സ്. ചലന അവസ്ഥയിലോ നിശ്ചലാവസ്ഥയിലോ ഉള്ള ഒരു വസ്തുവിന് മേൽ പ്രയോഗിക്കുന്ന ബലത്തെക്കുറിച്ചുള്ള പഠനമാണ് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ശാഖയാണ് തെർമോഡൈനാമിക്സ്. താപവും ഊർജത്തിന്റെയും മറ്റു രൂപങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ തെർമോഡൈനാമിക്സ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താപം, ഊർജം, അതുമായി ബന്ധപ്പെട്ടുള്ള രൂപങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ഒപ്റ്റിക്സ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. ഇപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കും പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ഒപ്റ്റിക്സ് ആയിരിക്കും. അപ്പൊ അതാണ് ഒപ്റ്റിക്സ്. ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഈ ശാഖയിൽ വരുന്നത്. ഇപ്പൊ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും എന്ന് പറയുന്ന ശാഖയാണ് അടുത്തത്. അതിന്റെ ടോപ്പിക്കാണ് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും. വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും എന്ന ശാഖയിൽ വരുന്നത്. അടുത്താണ് അക്വാസ്റ്റിക്സ്. ശബ്ദതരംഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് അക്വാസ്റ്റിക്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞുള്ളതാണ് ആസ്ട്രോഫിസിക്സ്. ആകാശഗോളങ്ങളുടെ ഭൗതിക സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ് ആസ്ട്രോഫിസിക്സ് എന്ന് പറയുന്നത്. അടുത്താണ് റിലേറ്റിവിറ്റി. ഒരു വസ്തു ചലിക്കുമ്പോഴുള്ള സ്ഥലം, സമയം, ഊർജം എന്നിവയുടെ പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് റിലേറ്റിവിറ്റി. റിലേറ്റിവിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വസ്തു ചലിക്കുമ്പോഴുള്ള സ്ഥലം, സമയം, ഊർജം എന്നിവയുടെ പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് റിലേറ്റിവിറ്റി. ഇനി അടുത്താണ് മോഡേൺ ഫിസിക്സ്. അപ്പൊ ആദ്യത്തെ ക്ലാസിക്കൽ ഫിസിക്സിന്റെ ശാഖകളാണ് നമ്മളിപ്പോ കണ്ടത്. അടുത്താണ് മോഡേൺ ഫിസിക്സ്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ ഉയർന്നു വന്ന ഭൗതിക ശാസ്ത്രത്തിലെ ആശയങ്ങളൊക്കെയാണ് മോഡേൺ ഫിസിക്സിൽ വരുന്നത്. അതിൽ കുറച്ച് ശാഖകളുണ്ട്. അതിൽ ഒന്നാമത്തെ ശാഖയാണ് ക്വാണ്ടം മെക്കാനിക്സ്. അറ്റോമിക്, സബ് അറ്റോമിക് തലത്തിലുള്ള പ്രതിഭാസങ്ങളുടെ പ്രത്യേക സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. അറ്റോമിക്, സബ് അറ്റോമിക് തലത്തിലുള്ള പ്രതിഭാസങ്ങളുടെ പ്രത്യേക സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ് ക്വാണ്ടം മെക്കാനിക്സ്. അടുത്താണ് അറ്റോമിക് ഫിസിക്സ്. ആറ്റത്തിന്റെ ഘടനയെയും സവിശേഷതകളെയും കുറിച്ചുള്ള പഠനമാണ് അറ്റോമിക് ഫിസിക്സ് എന്ന് പറയപ്പെടുന്നത്. അടുത്താണ് ന്യൂക്ലിയർ ഫിസിക്സ്. ന്യൂക്ലിയസിന്റെ ഘടന, ഗുണങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഭൗതിക ശാസ്ത്ര ശാഖയാണ് ന്യൂക്ലിയർ ഫിസിക്സ്. ഇപ്പൊ ന്യൂക്ലിയസിന്റെ ഘടനാപരമായ ഗുണങ്ങളാണ് ന്യൂക്ലിയർ ഫിസിക്സ്. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ അറ്റോമിക്, സബ് അറ്റോമിക് തലത്തിലുള്ള പ്രതിഭാസങ്ങളെ കുറിച്ചുള്ളതാണ് ക്വാണ്ടം മെക്കാനിക്സ്. അറ്റോമിക് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ ഘടനയും സവിശേഷതകളും. എന്നാൽ ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിന്റെ ഘടനാ ഗുണങ്ങൾ ആണ് ന്യൂക്ലിയർ ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്നത്. അടുത്താണ് കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ്. ഘനീഭവിച്ച വസ്തുക്കളുടെ ഗുണങ്ങളെ കുറിച്ചുള്ള പഠനമാണ് കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സിൽ ഉള്ളത്. അടുത്തൊരു ഇതാണ് ഹൈ എനർജി ഫിസിക്സ്. ഹൈ എനർജി എന്ന് പറഞ്ഞാൽ കണങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹൈ എനർജി വരുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് ഫിസിക്സിന്റെ രണ്ട് ശാഖകളായി ഉള്ള. ഒന്ന് ക്ലാസിക്കൽ ഫിസിക്സ്, രണ്ടാമത്തേത് മോഡേൺ ഫിസിക്സ്. ഇതിലെ ശാഖകളാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ദ്രവ്യം. ദ്രവ്യം എന്നാൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിന്റെയും പൊതുവായി പദാർത്ഥം അഥവാ ദ്രവ്യം എന്ന് പറയും. ഇപ്പൊ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പൊതുവായി നമ്മൾ എന്താണ് പറയുക? പദാർത്ഥം അഥവാ ദ്രവ്യം എന്നാണ് പറയുക. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ പിണ്ഡം അഥവാ മാസ് എന്നറിയപ്പെടുന്നത്. ഇപ്പൊ പിണ്ഡം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം എന്ന് പറയുന്നത്. നമ്മൾ പ്രധാനമായിട്ടും ദ്രവ്യത്തിന് 7 അവസ്ഥകളാണുള്ളത്. പ്രധാനമായിട്ടുള്ള 7 അവസ്ഥകൾ ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് ഖരം. ഇപ്പൊ ഒന്നാമത്തെ അവസ്ഥ ഖരമാണ്. രണ്ടാമത്തെ ദ്രാവകമാണ്. മൂന്നാമത്തെ വാതകമാണ്. ഇപ്പൊ ഖരം എന്താന്ന് വെച്ചാൽ നോർമലി ഇപ്പൊ മരകഷ്ണം, കല്ല് അങ്ങനെയൊക്കെയുള്ള ഒരു ഖരാവസ്ഥയിലുള്ള പദാർത്ഥങ്ങളൊക്കെയാണ് ഖരത്തിൽ വരുന്നത്. രണ്ടാമത്തെയാണ് ദ്രാവകം എന്ന് വെച്ചാൽ ജലം പോലുള്ള അവസ്ഥയാണ് ദ്രാവകം. മൂന്നാമത്തെയാണ് വാതകം. വാതകത്തിന് ഉദാഹരണം നമുക്ക് വായു ഒക്കെ പറയാം. നാലാമത്തെയാണ് പ്ലാസ്മ. നാലാമത്തെ അവസ്ഥ പ്ലാസ്മ. പ്ലാസ്മയുടെ പ്രത്യേകത പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള അവസ്ഥ പ്ലാസ്മയാണ്.
അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അപ്പൊ അഞ്ചാമത്തെ അവസ്ഥ ഏതാണ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ആറാമത്തെയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ആറാമത്തെ ഫെർമിയോണിക് കണ്ടൻസേറ്റ്. 7 കാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയാണ്. അപ്പൊ ഒന്നാമത്തെ ഖരമാണ്, 2 ദ്രാവകമാണ്, 1 വാതകമാണ്, 4 പ്ലാസ്മയാണ്, 5 ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്, 6 ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ്, 7 ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയാണ്. ഇനി ഇതിന് ശേഷവും നമ്മൾ കുറച്ച് ദ്രവ്യത്തിന്റെ അവസ്ഥകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ടൈം ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് എക്സിറ്റോണിയം എന്നുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥ. അപ്പം ഒന്നാണ് ടൈം ക്രിസ്റ്റൽ, 2 എക്സിറ്റോണിയം. പിന്നെ പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ. അപ്പൊ പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതവസ്ഥയിലായിരിക്കും? പ്ലാസ്മ അവസ്ഥയിലായിരിക്കും. സൂര്യനിലും നക്ഷത്രങ്ങളിലും മിന്നലിലും ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ അവസ്ഥയിലാണ്. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ഇതാണ്, സൂര്യനിലെ ദ്രവ്യത്തിന്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. ഇത് പ്ലാസ്മ അവസ്ഥയിലായിരിക്കും. സൂര്യനും നക്ഷത്രം മിന്നലിലും ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ. അടുത്തയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നുള്ള അവസ്ഥ. എത്രാമത്തെ അവസ്ഥയായിരുന്നു? അഞ്ചാമത്തെ അവസ്ഥയായിരുന്നു ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഈ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് സത്യേന്ദ്രനാഥ് ബോസും ആൽബർട്ട് ഐൻസ്റ്റീൻ. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കണ്ടെത്തിയ ആളൊക്കെയാണ് സത്യേന്ദ്രനാഥ് ബോസും ആൽബർട്ട് ഐൻസ്റ്റീൻ. അവരുടെ പേരിൽ നിന്നാണ് ഈ ദ്രവ്യത്തിന്റെ ഈ അവസ്ഥയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ ഒരു അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥ എന്താണ്? ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ്. ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥ ഇപ്പൊ എന്തായിരിക്കും? ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയാണ്. എന്താണ്? ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയാണ് ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥ എന്നറിയപ്പെടുന്നത്. ഇനി ദൈവഗണം എന്നറിയപ്പെടുന്നതാണ് ഹിഗ്സ് ബോസോൺ. ദൈവഗണം എന്നറിയപ്പെടുന്ന കണം ഏതാണ്? ഹിഗ്സ് ബോസോൺ ആണ്. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് ഹിഗ്സ് ബോസോൺ എന്നുള്ളതാണ് ദൈവഗണം. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണമാണ് ഹിഗ്സ് ബോസോൺ. അപ്പൊ ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണമാണ് ഇത് ഹിഗ്സ് ബോസോൺ. ദൈവഗണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആള് ലിയോൺ ലിഡർമാൻ ആണ്. ദൈവഗണം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ആളാരാണ്? ലിയോൺ ലിഡർമാൻ ആണ്. എന്നാൽ ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആള് പോൾ ഡിറാക്ക് ആണ്. അപ്പൊ ബോസോൺ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ആളാരാണ്? പോൾ ഡിറാക്ക് ആണ്. യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ചെയിൻ മെറ്റൽ സ്റ്റേറ്റ്. യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ചെയിൻ മെറ്റൽ സ്റ്റേറ്റ്. ഇനി ഇതൊന്നും അല്ലാതെ ബാക്കി കുറച്ച് ദ്രവ്യത്തിന്റെ അവസ്ഥകളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാന്ന് നോക്കാം. ഉത്തേജിക്കപ്പെട്ട ആറ്റങ്ങൾ കൂടിച്ചേർന്ന് നിർമ്മിക്കപ്പെട്ട ദ്രവ്യമാണ് റൈഡ്ബർഗ് മാറ്റർ. ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുത പ്രതിരോധിയായും പ്രവർത്തിക്കുന്ന ദ്രവ്യരൂപമാണ് ജാൺ ടെല്ലർ മെറ്റൽ. ഇപ്പം പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കുകയാണ്, ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുത രോധിയായും പ്രവർത്തിക്കുന്ന ദ്രവ്യരൂപം ഏതാന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? ജാൺ ടെല്ലർ മെറ്റൽ ആയിരിക്കും. അപ്പൊ ഈ അടുത്തിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു കാര്യമാണ് ഏത്? ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ ഏതാന്നുള്ളത്. അതാണ് ജാൺ ടെല്ലർ മെറ്റൽ. ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ ഏതാണ്? ജാൺ ടെല്ലർ മെറ്റൽ ആണ്. ഗ്രാഫീനുമായി സാദൃശ്യമുള്ള ദ്വിമാന ഘടനയുള്ള പദാർത്ഥത്തിൽ നിർമ്മിച്ച ദ്രവ്യരൂപമാണ് ക്വാണ്ടം പിൻ ലിക്വിഡ്. അപ്പം ഗ്രഫീനുമായി സാദൃശ്യമുള്ളതും ദ്വിമാന ഘടന ഉള്ള പദാർത്ഥത്തിൽ നിർമ്മിച്ചതുമായ ദ്രവ്യരൂപമാണ് ക്വാണ്ടം പിൻ ലിക്വിഡ്. ഈ ദ്രവ്യരൂപത്തിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുന്ന അവസ്ഥയാണ് മയോറാന ഫെർമിയോണുകൾ. അപ്പൊ ഈ ദ്രവ്യ രൂപത്തിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുന്ന അവസ്ഥ ഏതായിരിക്കും? മയോറാന ഫെർമിയോണുകൾ. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് അളവുകളും യൂണിറ്റുകളും. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകൾ പ്രസ്താവിക്കുന്ന 3 രീതിയിലുള്ള അളവ് സമ്പ്രദായങ്ങൾ ഉപയോഗിച്ചാണ്. അപ്പം ഈ യൂണിറ്റുകൾ നമ്മൾ പ്രസ്താവിക്കുന്നത് ഏത് തരത്തിലുള്ള അളവ് സമ്പ്രദായങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ്? അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കാനുള്ള 3 രീതിയിലുള്ള അളവ് സമ്പ്രദായങ്ങളാണ് പണ്ട് മുതലേ ഉള്ളത്. ഒന്നാമത്തെയാണ് CGS, MKS, FPS. ഏതൊക്കെയാണ്? CGS, MKS, FPS. CGS എന്ന് പറഞ്ഞിട്ടുണ്ട് സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. MKS എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ്? മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. അപ്പൊ അങ്ങനെയുള്ളൊരു ഇതാണ്. ഈ MKS സമ്പ്രദായത്തെ പരിഷ്കരിച്ചിട്ടുള്ള രൂപമാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന SI സമ്പ്രദായം. SI സമ്പ്രദായം ആണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് MKS സമ്പ്രദായം പരിഷ്കരിച്ചു ഉണ്ടാക്കിയ ഒരു രൂപമാണ്. SI സമ്പ്രദായത്തിന്റെ ഫുൾ നെയിം ആണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. അപ്പൊ SIന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. എന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായമാണ് SI സമ്പ്രദായം. പിന്നെ ആഗോളതലത്തിൽ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായമാണ് SI സമ്പ്രദായം. അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയുള്ള പദ്ധതിയാണ് SI.
അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയുള്ള ഒരു പദ്ധതിയാണ് SI. അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയുള്ള ഒരു പദ്ധതിയാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ 7 എണ്ണമാണ് ഉള്ളത്. അതിലെ അടിസ്ഥാന അളവുകൾ SI യൂണിറ്റ് പ്രതീകം. ഇപ്പൊ നമ്മൾ ഈ ടേബിൾ നോക്കിയാൽ മതി. ഇതിലെ അടിസ്ഥാന അളവുകൾ ഏതൊക്കെയുള്ള? നീളം, മാസ്, സമയം, വൈദ്യുതി പ്രവാഹ തീവ്രത, താപനില, പദാർത്ഥത്തിന്റെ അളവ്, പ്രകാശ തീവ്രത എന്നുള്ള സാധനങ്ങളൊക്കെയാണ് അടിസ്ഥാന അളവുകൾ വരുന്നത്. ഇതിന്റെ SI യൂണിറ്റുകളാണ് റൈറ്റ് സൈഡിൽ നൽകിയിരിക്കുന്നത്. ഏറ്റവും റൈറ്റിൽ നൽകുന്ന പ്രതീകങ്ങളാണ്. അടിസ്ഥാന അളവുകൾ. നീളത്തിന്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. പ്രതീകം M ആണ്. അടുത്താണ് മാസ്. അതിന്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്. പ്രതീകം kg ആണ്. അടുത്ത SI യൂണിറ്റ് ആണ് സമയം. സമയത്തിന്റെ SI യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. അടിസ്ഥാന അളവ് സമയമാണ്. അതിന്റെ SI യൂണിറ്റ് സെക്കൻഡ്. നമ്മൾ S ഉപയോഗിച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. അടുത്ത അടിസ്ഥാന അളവാണ് വൈദ്യുത പ്രവാഹ തീവ്രത. അതിന്റെ SI യൂണിറ്റ് ആംബിയർ ആണ്. പ്രതീകം A ആണ്. താപനിലയുടെ SI യൂണിറ്റ് എന്താ? കെൽവിൻ ആണ്. അക്ഷരം നമ്മൾ K ഉപയോഗിച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് പദാർത്ഥത്തിന്റെ അളവ്. പദാർത്ഥത്തിന്റെ അളവിന്റെ SI യൂണിറ്റ് എന്താണ്? മോൾ ആണ്. നമ്മൾ MOL ആണ് അതിന്റെ പ്രതീകമായിട്ട് എഴുതുന്നത്. അടുത്താണ് പ്രകാശ തീവ്രത. പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് കാൻഡല ആണ്. CD എന്നുള്ളതാണ് നമ്മൾ പ്രതീകമായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ SI യൂണിറ്റുകൾ ഏതൊക്കെയാണ്? നീളം, മാസ്, സമയം, വൈദ്യുത പ്രവാഹ തീവ്രത, താപനില, പദാർത്ഥത്തിന്റെ അളവ്, പ്രകാശ തീവ്രത എന്നീ അടിസ്ഥാന അളവുകൾക്കുള്ള SI യൂണിറ്റുകളാണ് 7 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. അത് ഏതൊക്കെയാണ്? നീളത്തിന്റെ നമ്മൾ പറഞ്ഞു മീറ്റർ ആണ്. മാസിന്റെ കിലോഗ്രാം ആണ്. സമയത്തിന്റെ സെക്കൻഡ് ആണ്. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ ആംബിയർ ആണ്. താപനിലയുടെ കെൽവിൻ ആണ്. പദാർത്ഥത്തിന്റെ അളവ് മോളാണ്. പ്രകാശ തീവ്രത കാൻഡിലയാണ്. ഇനി അടുത്ത കുറച്ച് മറ്റു പ്രധാനപ്പെട്ട യൂണിറ്റുകളാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. അപ്പൊ മർദ്ദത്തിന്റെ ഏതാണ്? മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ. മർദ്ദത്തിന്റെ യൂണിറ്റ് ഏതാണ്? പാസ്കൽ. അടുത്തത് ദൂരം അല്ലെങ്കിൽ സ്ഥാനാന്തരം. സ്ഥാനാന്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ദൂരം എന്ന് പറഞ്ഞാലും ചെറിയ വ്യത്യാസമുള്ളൂ. സ്ഥാനാന്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേർരേഖയിലുള്ള ഏറ്റവും ദൂരമാണ് സ്ഥാനാന്തരം. ഏറ്റവും ഷോർട്ടസ്റ്റ് ദൂരമായിരിക്കും സ്ഥാനാന്തരം. അപ്പൊ ദൂരം അല്ലെങ്കിൽ സ്ഥാനാന്തരം അതിന്റെ യൂണിറ്റ് മീറ്റർ ആയിരിക്കും. അടുത്തത് പ്രവേഗം അല്ലെങ്കിൽ വേഗത. അത് രണ്ടിന്റെ മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. പ്രവേഗം, വേഗത എന്നിവയുടെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്തത് ത്വരണം. ത്വരണത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. ത്വരണത്തിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. അടുത്തത് പ്രവൃത്തി, ഊർജം. രണ്ടിന്റെയും യൂണിറ്റ് ജൂൾ ആണ്. അപ്പൊ പ്രവൃത്തി, ഊർജം എന്നിവയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. അടുത്തതാണ് വൈദ്യുത ചാർജ്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂളോം ആണ്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കൂളോം ആണ്. ഇനി അടുത്താണ് യന്ത്രങ്ങളുടെ പവർ. അതാണ് HP അഥവാ കുതിരശക്തി. ഹോഴ്സ് പവർ എന്നറിയപ്പെടുന്നതാണ്. യന്ത്രങ്ങളുടെ പവറിന്റെ യൂണിറ്റ് എന്താണ്? കുതിരശക്തി അഥവാ ഹോഴ്സ് പവർ. അടുത്താണ് പവർ. പവറിന്റെ യൂണിറ്റ് വാട്ടാണ്. പവറിന്റെ യൂണിറ്റ് ഇപ്പൊ എന്താണ്? വാട്ടാണ്. അടുത്ത് പൊട്ടൻഷ്യൽ വ്യത്യാസം. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട് ആണ്. അടുത്താണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. റെസിസ്റ്റന്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. അടുത്താണ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ഓം മീറ്റർ ആണ്. വൈദ്യുത ചാലകത സീമെൻസ് ആണ്. വൈദ്യുത ചാലകതയുടെ യൂണിറ്റ് എന്താണ്? സീമെൻസ് ആണ്. ഇനി ശബ്ദ തീവ്രത. ശബ്ദ തീവ്രതയുടെ ഡെസിബിൾ ആണ്. ഇത്ര ഡെസിബിൾ ശബ്ദ തീവ്രത ഉണ്ട് നമ്മൾ പഠിക്കാറുള്ളത്. അപ്പൊ ശബ്ദ തീവ്രതയുടെ ഡെസിബിൾ ആണ്. അടുത്താണ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസിന്റെ ഫാരഡ് ആണ്. അടുത്തത് ആവൃത്തി. ആവൃത്തിയുടെ എന്താണ്? ഹെർട്സ് ആണ്. ഇത്ര ഹെർട്സ് ടു ഇത്ര ഹെർട്സ് എന്നുള്ളതായിരിക്കും നമ്മൾ അതിന്റെ യൂണിറ്റ് എഴുതുക. അപ്പൊ ആവൃത്തിയുടെ എന്താണ്? ഹെർട്സ് ആണ്. വൈദ്യുതധാര. വൈദ്യുതധാരയുടെ എന്താണ്? ആംബിയർ ആണ്. വൈദ്യുതധാരയുടെ എന്താണ്? ആംബിയർ ആണ്. ഇനി നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് ആണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. അപ്പൊ നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്നതാണ് പ്രകാശവർഷം. ഇനി അടുത്താണ് യാന്ത്രിക ഫ്ലക്സ്. യാന്ത്രിക ഫ്ലക്സിന്റെ യൂണിറ്റ് വെബർ ആണ്. യാന്ത്രിക ഫ്ലക്സിന്റെ യൂണിറ്റ് വെബർ ആണ്. ലൂമിനൻസ് ഇന്റൻസിറ്റി അതിന്റെ യൂണിറ്റ് ആണ് കാൻഡില. ലൂമിനൻസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് കാൻഡില. ഇനി ലെൻസിന്റെ പവർ. ലെൻസിന്റെ പവർ ഡയോപ്റ്റർ ആണ്. ലെൻസിന്റെ പവർ എന്താണ്? ഡയോപ്റ്റർ ആണ്. അടുത്താണ് റേഡിയോ ആക്ടിവിറ്റി. റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റുകളാണ് ബെക്കറൽ, ക്യൂറി, റുദർഫോർഡ്. ബെക്കറൽ, ക്യൂറി, റുദർഫോർഡ്. അടുത്ത ബലം. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അപ്പൊ ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. അടുത്താണ് തരംഗദൈർഘ്യം. തരംഗദൈർഘ്യത്തിന്റെ യൂണിറ്റ് ആംസ്ട്രോം ആണ്. തരംഗദൈർഘ്യത്തിന്റെ യൂണിറ്റ് എന്താണ്? ആംസ്ട്രോം ആണ്. അടുത്താണ് സാന്ദ്രത. സാന്ദ്രതയുടെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. സാന്ദ്രതയുടെ യൂണിറ്റ് എന്താ? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഇനി നമുക്ക് പ്രവൃത്തിയുടെ CGS യൂണിറ്റ് നോക്കാം. പ്രവൃത്തിയുടെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് എർഗ് ആണ്. പ്രവൃത്തിയുടെ CGS യൂണിറ്റ് ആണ്
എർഗ്. നമ്മൾ ആദ്യം പഠിച്ചു MK സിസ്റ്റം ഉണ്ട്, CGS സിസ്റ്റം ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് സിസ്റ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് MKസിൽ നിന്ന് പുതിയതായി മാറ്റിയെടുത്ത് ഇപ്പൊ ഇന്റർനാഷണലി ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ പ്രവൃത്തിയുടെ SI യൂണിറ്റ് എന്താണ്? പ്രവൃത്തിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. അപ്പൊ പ്രവൃത്തിയുടെ CGS യൂണിറ്റ് എർഗു ആണ്. നമുക്ക് കുറച്ച് കൺവേർഷൻസ് പഠിക്കും. ഇപ്പൊ ഒരു പാത്രം ഈസിക്കൽ ടു 6 അടിയാണ്. ഒരു പാത്രം ഈസിക്കൽ ടു 6 അടിയാണ്. ഒരു ഹെക്ടർ എന്ന് പറയുന്നത് 2.47 ഏക്കറാണ്. ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.47 ഏക്കറാണ്. ഒരേക്കർ എന്ന് പറഞ്ഞാൽ എത്രയാ? ഒരേക്കർ എന്ന് പറഞ്ഞാൽ 100 സെന്റ് ആണ്. പിന്നെ അടുത്താണ് മീറ്ററിന്റെ കൺവേർഷൻ. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ ആണ്. ഒരു മൈൽ എന്ന് പറഞ്ഞിട്ടുണ്ട് 1.6 കിലോമീറ്റർ ആണ്. ഒരു മൈൽ എന്ന് പറഞ്ഞാൽ 1.6 കിലോമീറ്റർ ആണ്. ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 1000 മീറ്റർ ആണ്. ഒരു കിലോമീറ്റർ എത്രയാണ്? 1000 മീറ്റർ ആണ്. ഒരടി എന്ന് പറഞ്ഞാൽ 12 ഇഞ്ചാണ്. അഥവാ ഒരടി എന്ന് പറഞ്ഞാൽ 30 സെന്റിമീറ്റർ ആയിരിക്കും, 12 ഇഞ്ചും ആയിരിക്കും. ഒരു മില്ലിഗ്രാം എന്ന് പറയുന്നത് 10⁻⁻6 kg ആയിരിക്കും. 10⁻⁻6 kg ആയിരിക്കും. ഒരു ഗ്രാം എന്ന് പറഞ്ഞാൽ 10⁻³ kg ആയിരിക്കും. ഇപ്പൊ ഒരു ഗ്രാം എന്ന് പറഞ്ഞാൽ 10⁻³ kg ആയിരിക്കും. ഒരു മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ 10⁻6 kg ആയിരിക്കും. ഒരു കിൻഡൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 10⁻² ആണ്. അഥവാ 10 സ്ക്വയർ ആണ്. ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ ആണ് വെച്ചിട്ടുണ്ട്. 100 കിലോ ആണെന്നുള്ളതാണ് ഒരു കിൻഡൽ. ഒരു 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁵ ആണ്. ഒരു 10 എന്ന് പറഞ്ഞിട്ടുണ്ട് 10⁵ ആണ്. പിന്നെ അടുത്താണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയമാണ് 500 സെക്കൻഡ്. സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയമാണ് 500 സെക്കൻഡ്. PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്രയാണെന്ന് വെച്ചാൽ എത്രയാണ്? 500 സെക്കൻഡ് ആണ്. എന്നാൽ ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്രയാണ്? 1.3 സെക്കൻഡ് ആണ്. 1.3 സെക്കൻഡ് ആണ്. ഇനി അടുത്താണ് ഒരു കുതിരശക്തി അഥവാ ഒരു HP എത്ര വാട്ടാണ്? ഒരു HP എന്ന് പറഞ്ഞിട്ടുണ്ട് 746 വാട്ടാണ്. ഒരു കുതിരശക്തി എത്ര വാട്ടാണ്? 746 വാട്ടാണ്. ഒരു കലോറി എന്നത് എത്ര ജൂൾ ആണെന്നുണ്ട്. അപ്പൊ ഒരു കലോറി എന്നത് എത്ര ജൂൾ ആണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 4.2 ജൂൾ ആണ്. ഒരു കലോറി എന്ന് പറയുന്നത് എത്ര ജൂൾ ആണ്? 4.2 ജൂൾ ആണ്. ഒരു ജൂൾ എന്നത് 10⁻⁷ എർഗ് ആണ്. ഒരു ജൂൾ എന്നത് 10⁻⁷ എർഗ് ആണ്. അപ്പൊ നമ്മള് ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. പിന്നെ PDF നമ്മൾ ടെലഗ്രാമിൽ ഇടുന്നതായിരിക്കും. പിന്നെ നല്ലൊരു ക്ലാസ് ആയിട്ട് നമുക്ക് ഫിസിക്സിന്റെ അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്കപ്പം ഇത് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റും ചെയ്യുക. അപ്പോൾ താങ്ക് യു.